ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ചായ എടുക്കലും ഒക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ദോശ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഈ മാവ് നമുക്ക് പുളിക്കുമ്പോൾ അറിയാം കേട്ടോ, ഇഡ്ഡലി ഉണ്ടാക്കാനാണോ ദോശ. ഇത് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് കൊള്ളത്തില്ല കേട്ടോ. ഇത് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴത്തേക്കും പതുങ്ങിപ്പോവും. അതുപോലെ ഒരുമാതിരി പഞ്ഞി മാതിരി ഇങ്ങനെ പൊങ്ങി വന്നേക്കുന്നതാണ്. അപ്പോൾ രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോശയും ചമ്മന്തിയൊക്കെയാണ്. എന്നോട് ആരായിരുന്നു ജോമയെ ചോദിച്ചത് അരി ഉഴുന്നും ഇടുന്നത് എങ്ങനെയാണെന്ന്. ഞാൻ അരി ഉഴുന്നും ഇടുന്നത് ഇപ്പം നാഴി അരിയാണ് ഇടുന്നെങ്കിൽ, അല്ല 3 നാഴി അരിയാണ് ഇടുന്നെങ്കിൽ അതേ ഗ്ലാസ്സിന് തന്നെ ഒരു നാഴി ഉഴുന്നാണ് ചേർക്കുന്നത്. 3 ആകുമ്പോഴത്തേക്ക് ഞാനിവിടെ അങ്ങനെയാണ് ഇടുന്നത്. അപ്പോൾ ഞങ്ങൾക്കത് 2 ദിവസത്തേക്കുണ്ട്. 2 ദിവസത്തേക്ക് കൂടുതൽ ചിലപ്പോൾ കാണും കേട്ടോ. ചിലപ്പോൾ വൈകിട്ടും ഒക്കെ എടുക്കും. അപ്പം അങ്ങനെയാണ് ഞാൻ മാവിടുന്നത്. പിന്നെ ഞാൻ ഇച്ചിരി ചോറ് ഇതിനകത്ത് അരയ്ക്കാറുണ്ട് കേട്ടോ. ഞാനെല്ലാം അച്ചുവാണ് എന്നും അരയ്ക്കുന്നത്. ഇപ്പം അച്ചുവാണ് ഇങ്ങനെ ദോശയ്ക്കുള്ളതൊക്കെ അരച്ചൊക്കെ എടുക്കുന്നത്. ചോറ് ഒരുപാടൊന്നും അരയ്ക്കത്തില്ല കേട്ടോ, കുറച്ച്. അതുകൊണ്ടാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടും അന്നേരം. ചിലർ ഉലുവ ഇടാറുണ്ട് ഇവിടെ, പക്ഷേ ഇവർക്ക് ഈ ഉലുവയുടെ ചൊവയൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവ ചേർക്കാറില്ല. ഇങ്ങനെ ചോറാണ് ചേർക്കുന്നത്. ചമ്മന്തി അരയ്ക്കാനുള്ള തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചേക്കുന്നു. ഇനി ചമ്മന്തിയൊക്കെ അരയ്ക്കാനായിട്ട് തുടങ്ങുവാണ്. ഇവള് പൊട്ട് തൊടത്തേ ഇല്ല കേട്ടോ. ഞാനൊരു പൊട്ടൊക്കെ തിരിഞ്ഞടി, അങ്ങോട്ട് തിരിഞ്ഞ്. മുടിയെല്ലാം പൊഴിഞ്ഞു പോയി. തിരിഞ്ഞ് മുടിയൊക്കെ ഇനി സെറ്റായി വരുന്നില്ല. അങ്ങോട്ട് ഇങ്ങനെയാണോ തിരിയാൻ പറഞ്ഞത്? അങ്ങോട്ട് തിരിയാൻ പറഞ്ഞതിൻ്റെ കണ്ട മുടിയൊക്കെ ഞാൻ അതിൻ്റെ ഇങ്ങനെയൊക്കെ പിന്നിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഈ മുഖം ഇങ്ങനെ കാണിച്ചേ, ഇങ്ങി വന്നേ. കണ്ടോ, പൊട്ടൊക്കെ തൊട്ടപ്പോൾ ഒരു വൃത്തിയായില്ലേ. മറ്റേത് പൊട്ട് തൊടാതെ ഒരുമാതിരി പന്നലായിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴാ നല്ലതായത്. അവിടെ കൂടെ കുത്താത്തോണ്ട് ഞാൻ. അത് കുഴപ്പമില്ല, പൊട്ട അവിടെ ഇരുന്നോട്ടെ കേട്ടോ. ഇങ്ങനെ കാണാനാണ് നല്ലത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. കൊള്ളാമെങ്കിൽ കൊള്ളാം, ഇനി കൊള്ളത്തില്ലെന്ന് പറഞ്ഞേര്. അവളുടെ ഒരു നോട്ടോ ചിരിയൊക്കെ കേട്ടോ. ഞാൻ ഏതാണ്ട് അവളെ കഥകളിക്ക് കൊണ്ടുപോകാൻ ഒരിക്കൽ മാതിരിയാണ്. വലിയ കണ്ണു പോലും എഴുതിയിട്ടില്ല. കണ്ണുമൊക്കെ എഴുതി നല്ല കാണാം, നല്ല സുന്ദരിയാത്തുള്ളൂ. ചുഞ്ചിരി പോവല്ലേ എടി കേട്ടോ. അല്ലെങ്കിൽ എന്നാടി എടി, എനിക്കൊരു പെൺകുഞ്ഞുണ്ടായി. ഇപ്പം ഭയങ്കര ആഗ്രഹമായിരുന്നു അതിനെ ഒരുക്കി പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുതുന്ന കുഞ്ഞിലേ. നീ മേടിക്കണ്ടേ കേട്ടോ. ഇതുണ്ടോ, ഇങ്ങോട്ട് നോക്കി കണ്ടോ, നല്ലതല്ലേ മുഖം കണ്ട. ആണോ? എനിക്ക് വയ്യ. ആണോ? ബാ അടുക്കളയിലോട്ട് കയറാം, നമ്മുടെ ജോലി തുടങ്ങാം. രാവിലത്തെ കാപ്പുടിയൊക്കെ കഴിഞ്ഞിട്ടോ. ഞാൻ ദോശയും ചമ്മന്തിയായിരുന്നു രാവിലെ ഉണ്ടാക്കിയത്. അതെല്ലാം കഴിഞ്ഞ് ദൈവമേ എനിക്ക് വയ്യ. ഇങ്ങനെയൊക്കെ ചൂടായി എന്നാ ചെയ്യുമെന്നേ, ചത്തു പോകത്തില്ലേന്നേ നമ്മളൊക്കെ. അയ്യോ, ഇത് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര ചൂടാണ്, എനിക്ക് വയ്യ. അടുക്കളയിൽ നിന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ ഭ്രാന്തെടുക്കുക. അപ്പം അടുക്കളയിൽ പണിയൊക്കെ പാത്രമെല്ലാം കഴുകിയെല്ലാം ഒന്ന് വൃത്തിയാക്കിയെല്ലാം കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ വെക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പം എന്നായിരുന്നു ഉച്ചക്കത്തെ കറി എന്ന് പറഞ്ഞിട്ട് തോരൻ എന്നേലും വെക്കണം, പിന്നെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി, പിന്നെ ഒരു കുഞ്ഞ് ഉള്ളി മാത്രമായിട്ടുള്ള തീയിലും കൂടെ വെക്കാനാണേ ഭയങ്കര ഇത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഒരു വീഡിയോയിലുണ്ടല്ലോ, ഞാൻ അജിത ചേച്ചി എന്ന് പറഞ്ഞു ജയ ചേച്ചിക്ക് പറയാം. വീണ്ടും തെറ്റിച്ച്. അജിത ചേച്ചിക്ക് പകരം ജയ ചേച്ചി എന്ന് പറഞ്ഞു. ജയ ചേച്ചിയുടെ അജിത ചേച്ചിയുടെ പേര് എനിക്ക് എപ്പോഴും തെറ്റിപ്പോയിട്ട്. ആൾ രണ്ടുപേരും എൻ്റെ മനസ്സിൽ രണ്ടായിട്ടുണ്ട്. പക്ഷെ പേര് എപ്പോഴും പറയുമ്പോഴത്തേക്കുണ്ടല്ലോ അങ്ങനെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പം അജിത ചേച്ചി ആയിരുന്നു തക്കാളിക്കാട് ഇത് കാണിച്ചത്. എൻ്റെ ഭായി ജയ ചേച്ചി അങ്ങ് വന്നു പോയി കേട്ടോ. അപ്പം അജിത ചേച്ചി ശ്രദ്ധിച്ചോണം. ചേച്ചിയുടെ വീഡിയോ ആരൊക്കെ കാണുന്നുണ്ടെന്നുള്ള ഉറപ്പായി. എൻ്റെ കമൻറ്റ് നോക്കിയാൽ അറിയാം ചേച്ചിയുടെ വീഡിയോ ആരൊക്കെ കാണുന്നുള്ളത് കേട്ടോ. എല്ലാവരും വന്ന് കമൻറ്റ് ഇട്ടത് കേട്ടോ. ഇത് ജയല പറഞ്ഞ്, അജിതയ പറഞ്ഞ്, എല്ലാവരും പറഞ്ഞു കേട്ടോ. അപ്പം എല്ലാവരും ഒക്കെ നമ്മളൊക്കെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആരും കളിപ്പിക്കുന്നൊന്നുമില്ല.
അപ്പം പിന്നെ എന്നായിരുന്നു, പിന്നെ നമ്മുടെ ശ്രീദേവി ചേച്ചി പറഞ്ഞായിരുന്നു കണ്ണന് പിണക്കാവോ? ഒരിക്കലും ഇല്ല ചേച്ചി, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഇവർക്ക് രണ്ടുപേർക്ക് അങ്ങനെ പിണങ്ങാനാണെങ്കിൽ ഈ രണ്ടുപേരും പിന്നെ ഞങ്ങളോട് മിണ്ടുകയും ചെയ്യത്തില്ല. അതുപോലെ രണ്ടിനെയും വഴക്ക് പറയുകയും ചെയ്യും, അടിയും കൊടുക്കും, എല്ലാം ചെയ്യും. ഇച്ചിരി കഴിയുമ്പോൾ അവരതങ്ങ് മാറും. അങ്ങനെ ഒരു പിണക്കം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ ഈ കണ്ണന് വെച്ചു. പിന്നെ എൻ്റെ അടുത്ത് ഇച്ചിരി കൊഞ്ചല് കൂടിയതുകൊണ്ടാണ് കണ്ണൻ കൂടുതലും പിണക്കണത്. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറും. അങ്ങനെയുള്ളൂ. അവൻ പിന്നെ വലിയ ജാട കളിച്ചൊക്കെ ഇരിക്കും. ഇപ്പൊ പിണക്കമൊക്കെ മാറി കേട്ടോ, ഭയങ്കര കൂട്ടായി. അങ്ങനെ പോന്നു. പിന്നെ ആരായിരുന്നു, പിന്നെ ലിജോ ലിജോ എന്നോട് ചോദിച്ചു ചേച്ചിയുടെ ഫോൺ നമ്പർ ആയിരുന്നു. കുഞ്ഞെ അങ്ങനെ ഫോൺ നമ്പർ തരാണ്ട് നമുക്ക് യൂട്യൂബിലൂടെ ഫോൺ നമ്പർ ഇട്ട് തരാൻ പറ്റത്തില്ല കേട്ടോ. ഒന്നാമത് പബ്ലിക് ആയിട്ടുള്ളതല്ലേ അത്. അല്ലെങ്കിൽ ഇനി അതുപോലെ ഇനി എനിക്ക് എന്തെങ്കിലും മെസ്സേജ് ഇടാനോ എന്തെങ്കിലും ആണെങ്കിൽ എനിക്ക് ഫേസ്ബുക്ക് ഉണ്ട്, ജീന ബാബു എന്നാണ് ഫേസ്ബുക്കിൻ്റെ നെയിം. അപ്പം അതിൽ നോക്കിച്ച് മെസ്സഞ്ചറിലൂടെ മെസ്സേജ് വേണേൽ അയക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെയാണ് ജയ ചേച്ചി അജിത ചേച്ചിയുടെ ഒക്കെ നമ്പറൊക്കെ ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് മേടിച്ചത്. ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്റ്റ് ഒക്കെ ആയത് അങ്ങനെയാണ്, ഫേസ്ബുക്കിലൂടെ ഒക്കെ പരിചയപ്പെട്ടൊക്കെയാണ്. പിന്നെ ഇനി എന്നായിരുന്നു, പിന്നെ വീഡിയോസിൻ്റെ കാര്യം, നമ്മുടെ ശിവാനി കപ്പയുടെ കാര്യം പറഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലത്തെ വീഡിയോ ചോദിച്ചായിരുന്നു കാരണം എന്നാ. അപ്പോൾ ശിവാനി ശിവാനി പറഞ്ഞ് സത്യം കേട്ടോ. ശിവാനി എന്നാണ്, ഷീബ എന്നാണ് അവിടെ വരെ ഐഡിയുടെ പേരാണ് ശിവാനി. അപ്പം അത് ശിവാനി എന്ന് വിളിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ആ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഷീബയാണ് പറഞ്ഞത് കുഞ്ഞുങ്ങൾക്കൊന്നും രാവിലെ ഇങ്ങനെ കപ്പ കൊടുക്കുക. ശരിയാണ്, അതിനകത്ത് ചെറിയൊരു പോയിസൺ ഉണ്ടെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കപ്പ കൊടുക്കലെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഷുഗർ വരും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശിവാനിക്കും കറക്റ്റായിട്ട് അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അറിയാവുന്നൊരു കാര്യം നമ്മളോടും കൂടെ ഷെയർ ചെയ്തതാണ്. അപ്പം ഞാൻ ശ്രമിക്കാം കേട്ടോ. കാര്യം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവർ കേൾക്കത്തില്ല. നീ കപ്പയൊക്കെ രാവിലെ കഴിക്കണ്ടെന്ന് പറഞ്ഞ് എല്ലാവർക്കും കപ്പ ഭയങ്കര ഇഷ്ടമാണ്. നീ അതുകൊണ്ടുണ്ടല്ലോ എല്ലാവരും രാവിലെ കപ്പ കഴിക്കാമെന്ന് തന്നെ അങ്ങ് പറയും. കപ്പയും മീൻകറി അല്ലെങ്കിൽ കപ്പയും ബീഫ് അല്ലെങ്കിൽ കപ്പ ചിക്കൻ ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇനി എന്നാണ്, പിന്നെ ഇനി പ്രത്യേകിച്ച് കമൻസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നില്ലേ ഇതിനകത്തൊരു റിപ്ലൈ തരാനായിട്ടുള്ള. ഞാൻ ഇനി പുതുതായിട്ട് വല്ല കമൻറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യാനെന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഞാൻ സപ്പോർട്ട് ചെയ്യുക എല്ലാവരെയും. കാര്യം ഇപ്പോഴുള്ളവരുടെ വീഡിയോ തന്നെ ഞാൻ കണ്ട് തീരുന്നില്ല. എനിക്ക് സമയം, അതുപോലെ വീട്ടിലെ ജോലി, അവരുടെ വീഡിയോസും കൂടെ ആകുമ്പോഴത്തേക്ക് സമയം കിട്ടും. ഞാൻ നിങ്ങളുടെ വീഡിയോ ഉറപ്പായിട്ട് ഞാൻ ചുമ്മാ വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ല. ഞാൻ ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം അത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ഇട്ടിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ പറ്റിക്കാൻ വേണ്ടി വന്ന് എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മനസ്സ് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വീഡിയോ, ഞാൻ എൻ്റെ കമൻറ്റ് കിടപ്പുണ്ട് കേട്ടോ, ഞാനത് ഉറപ്പായിട്ടും ചെയ്യാൻ നിങ്ങളെല്ലാവരും സപ്പോർട്ട്. പുതുതായിട്ട് തന്നെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യാൻ ചോദിച്ചതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്താണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും ചെയ്യാം കേട്ടോ. ഇച്ചിരി താമസിച്ചാലും നിങ്ങളാരും ഒന്നും വിചാരിക്കേണ്ട. നിങ്ങളുടെ കമൻറ്റ് ഞാൻ റിപ്ലൈ ഇടാതെ ഇട്ടേക്കുന്ന എന്നത്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് അത് യൂട്യൂബിൽ കയറി അത് കണ്ടെടുക്കാനായിട്ടാണ്. കാര്യം നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കിടക്കുന്ന നമ്മൾ റിപ്ലൈ കൊടുക്കാത്ത കമൻറ്റിൻ്റെ പേരെല്ലാം അതിനകത്ത് കിടക്കുക. അപ്പോൾ ആ പേര് അധികം തപ്പിയെടുത്ത് വേണം ഏത് വീഡിയോയ്ക്കാണ് കമൻറ്റ് ഇട്ടേക്കെന്ന് നോക്കിച്ചാൽ അതിലൂടെ വേണം നിങ്ങളുടെ അക്കൗണ്ടിൽ എനിക്ക് കയറാനായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ, ആരും ഒന്നും വിചാരിക്കല്ലേ, ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പം നമ്മുടെ അടുക്കളയിൽ ഇനി ബാക്കി കറിയും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവാണ്. ഉള്ളിത്തേലിനുള്ള തേങ്ങയൊക്കെ ചിരണ്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഓർത്ത് വീഡിയോ എടുത്തില്ലല്ലോ, എന്നാൽ പിന്നെ ഇതിലൂടെ വീഡിയോയും കൂടെ അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ഉച്ച കഴിഞ്ഞ് ഇനി മേളിലോട്ട് ഒന്നുകൂടെ കയറുന്നുണ്ട്. ഇന്നലെ അച്ഛൻ്റെ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഞാനത് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു ക്ലീൻ ചെയ്തതിൻ്റെ ഒന്നും. കണ്ണൻ്റെ റൂമും ക്ലീൻ ചെയ്തെന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞ് കയറണം, അച്ഛൻ്റെ റൂമിലെ കട്ടിലൊക്കെ മാറ്റണം. രണ്ടുപേരും 2 റൂമിലൊക്കെ ആക്കുവാണ്. അവനവന് സ്വന്തമായിട്ട് റൂമാകുമ്പം രണ്ടുപേരും വൃത്തിക്ക് ഇട്ടോളൂല്ലോ. ഇത് രണ്ടുപേരും ഒരു റൂമിൽ കിടക്കുമ്പോൾ നീ ചെയ്യും ഞാൻ ചെയ്യും, അല്ല അവൻ്റേതാ ഇവിടേതാന്നുള്ള പറച്ചിൽ വരത്തില്ലല്ലോ. അങ്ങനെ പറച്ചിൽ വരും. ഇവർ ഒരു റൂമിൽ കിടക്കുന്നുണ്ട്, അപ്പോൾ ഇനി മാറ്റി കിടത്തി കഴിഞ്ഞാൽ പറച്ചിൽ വരത്തില്ലല്ലോ. അതുകൊണ്ട് അച്ഛൻ റൂമൊക്കെ വൃത്തിയാക്കി ഇടുന്ന, പക്ഷെ പുള്ളിക്കാരിക്ക് ഒരു തോന്നണം അതൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളൂ. വൃത്തിയാക്കിയിട്ടാൽ നല്ലപോലെ വൃത്തിയാക്കിയിടും. പിന്നെ ഒരു മനുഷ്യർക്ക് ആ പ്രദേശത്തോടെ പോകാനും ഒക്കത്തില്ല. എന്നെയല്ലേ വീണ പറയൂ ഞാൻ വൃത്തിയാക്കിയിട്ടതാ, അങ്ങനെ ചെയ്ത് ഇങ്ങനെ എന്നും പറഞ്ഞ് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ തേങ്ങയൊക്കെ ചേർക്കട്ടെ.
തേങ്ങ എപ്പോഴും ഉണ്ടല്ലോ നമ്മളൊന്ന് പൊടിച്ചേച്ച് വറക്കുവാണെങ്കിൽ നല്ലപോലെ എല്ലാം ഒന്നിച്ച് വറുത്തെടുക്കാൻ പറ്റും കേട്ടോ തേങ്ങ. ഇത് കണ്ടോ, ഇങ്ങനെ പൊടിച്ചെടുത്തേച്ചാണ് ഞാൻ എപ്പോഴും വറക്കുന്നത്. ഈ മിക്സിയെ പറ്റി ഞാൻ ഒരുപാട് തവണ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടി പറയാവേ. ഇത് കണ്ടത് ഇതിപ്പോൾ മിക്സിയുടെ സ്വിച്ച് ഓണാണ്. ഈ ഓണായിട്ടിരിക്കും. നമ്മൾ ഇതേ ജാറ് വെക്കാതെ ഇതിൻ്റെ ഏത് സ്വിച്ച് ഇട്ടാലും ഇത് വർക്കാകത്തില്ല. ഏത് സ്വിച്ച് ഇട്ടാലും ഇത്, ഞാനിത് കൊണ്ടുവന്നപ്പോൾ ആദ്യം ഇങ്ങനെ ഓണാക്കി നോക്കിയപ്പോൾ ഇത് അനങ്ങുന്നില്ലേ. ഞാൻ അന്നേരം വിചാരിച്ചത് എന്നാണെന്നറിയോ, ഇത് കേടായിപ്പോയെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് വർക്കാകത്തില്ല. അതേസമയം ഇത് കണ്ടോ, അതുപോലെ തന്നെ നമ്മൾ ജാറ് ഇതുണ്ട്, ഇപ്പോൾ അടപ്പില്ലാതാണ് ജാറ് വെക്കുന്നത്. ജാറ് ഇപ്പോൾ കണ്ട് ഇങ്ങനെ വെച്ച് ഇതിപ്പോൾ ലോക്കാക്കി, എന്നിട്ട് ഇത് ഓണാക്കിയാലും ഇത് ഓണാകത്തില്ല. ജാർ ഇങ്ങനെ അതേ ഇരുന്നെന്നും പറഞ്ഞാൽ ഇത് ഓണാകത്തില്ലേ. ഈ അടപ്പ് ഇതിലോട്ട് വെച്ച് അടച്ചതിന് ശേഷം നമ്മൾ ഇതേ വെച്ച് ഓണാക്കുക. ഇത് കണ്ടോ, എന്നാലേ ഇത് ഓണാകത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ വേണ്ട ഇത് ഓണായിക്കൊണ്ടിരിക്കുമല്ലേ. ഇത് കണ്ടോ, ഈ അടപ്പ് ചെറുതായിട്ട് തുറന്നു, അന്നേരം അത് ഓഫായി. പിന്നെ അത് വർക്കാണെങ്കിൽ ഇനി അടപ്പ് അടച്ചതിന് ശേഷമേ അത് വർക്കാകത്തുള്ളൂ. വേണ്ടേ, ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനം എങ്ങനെയാണെന്നറിയാവോ, നമ്മൾ ഈ മിക്സി ഉപയോഗിക്കുമ്പം നമ്മുടെ എല്ലാവരും ഇങ്ങനെ അടപ്പെ പിടിച്ചുകൊണ്ട് നിന്നല്ലേ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ അടപ്പ് അങ്ങ് മാറിപ്പോകും കേട്ടോ. ഞങ്ങളുടെ അനുമോടെ കയ്യിൽ 2 പ്രാവശ്യം അങ്ങനെ മിക്സിക്കകത്തോട്ട് അവിടെ കൈ പോയി ഒത്തിരി മുറിഞ്ഞു. ഇതങ്ങനെ ഒരു പ്രശ്നമേ നമുക്ക് വരത്തില്ല, അങ്ങനെ പേടിക്കുകയേ വേണ്ട. അപ്പോൾ ഇനി തേങ്ങ എല്ലാം ഒന്ന് വറക്കട്ടെ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം മീൻ ഫ്രീസറിൽ ഇതുണ്ടോ വെള്ളം നിറച്ച്, മീനിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം കിടക്കണം കേട്ടോ. അങ്ങനെ നിറച്ചേച്ച് നമ്മൾ ഫ്രീസറിൽ വെക്കാമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കാമെന്നുണ്ടെങ്കിൽ അത് അതുപോലെ ഇരുന്നോളും കേട്ടോ. സിങ്കിനകത്ത് മൊത്തം തെറിച്ച് വെള്ളം. ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും. നമുക്ക് തന്നെ എത്ര ദിവസം കഴിഞ്ഞ് വേണമെങ്കിലും എടുത്താലും കുഴപ്പമില്ല. ടിവിയും ഫോണും ഒക്കെ കഴിഞ്ഞ് വന്ന് ഇരിപ്പുണ്ടേ. ഹാൻ ഓഫ് ചെയ്യടാ. ഇത് തീ അണഞ്ഞു പോകും. തീ കുറയ്ക്കാൻ ഫാൻ കുറയ്ക്കാൻ പിന്നെ കൂട്ടിയിടുന്നു. ആ, നീ എവിടെ പോയി ഇരിക്കുന്നേ? ടി വി ഫോണൊക്കെ മടുത്തോ? ആവശ്യത്തിനൊക്കെ തരുന്നുണ്ട്, അതൊക്കെ മതി. എവിടെ കളിക്കാൻ വിടണം നിന്നെ? എവിടെ കളിക്കാൻ? വെയിൽ കളിക്കാൻ വേണ്ടി പിള്ളേരൊന്നും ഇല്ല ഈ നാട്ടിൽ. ഇല്ലടാ, ഈ പൊരിയുന്ന വെയിലത്ത് പോയി കിടന്ന് ചാടി മറിയാനിട്ടാണോ നിനക്ക്? വെയില് കുറഞ്ഞത് വിടത്തില്ല. എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, പണ്ടത്തെ കാലമൊന്നും അല്ല ഇപ്പൊ. എവിടെയും പോയി കണ്ട പിള്ളേരും ഒക്കെ ആയിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ. നീ വഴക്കുണ്ടാക്കിയില്ല, നിന്റെ അടുത്തൊരു വഴക്കുണ്ടാക്കാൻ വന്ന തന്നെ ആയിരുന്നു. പാത്രപ്പള്ളി ഇരിക്കുന്നൊരു പാർട്ടി. ചെയ്ത പിച്ചാത്തി അപ്പുറത്തുണ്ട്. മഴയുടെ ഏകാന്ത സംഗീതമാ. തേങ്ങ നല്ലപോലെ പൊടിഞ്ഞു കേട്ടോ, പൊടിയായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വറക്കാൻ നല്ല സുഖമുണ്ട്. കാരണം സവോള ഒക്കെ പൊളിച്ച് തരുവാണ്, എന്നെ അടുക്കള ഹെൽപ്പ് ചെയ്യുവാണ്. പിച്ചാത്തി എടുത്തോണ്ട് വേണം, അപ്പുറത്ത് പിച്ചാത്തി ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് പൊളിക്കണം. കിള്ളി പൊളിച്ച് വെക്കല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം കുറെ ചാനലിന്റെ ഒക്കെ പേര് പറഞ്ഞത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നേ. അതിൽ കുറെ പേര് ഞാൻ വിട്ടു കേട്ടോ. ബിന്ദു, നാരങ്ങ മിഠായി, പിന്നെ
ശ്രേ അങ്ങനെ ഉണ്ടെന്ന് കേട്ടോ, ഒരു ചാനൽ കൂടെ ഉണ്ട്. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാരങ്ങാമുട്ടയുടെ ഒക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, ഒത്തിരി ഉണ്ട്. വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുണ്ട് എന്നാ ബിന്ദു ബിന്ദു അതുപോലെ തന്നെ ഒരുപാട് കുക്കിംഗ് ചാനലാണ്. ഒത്തിരി ഫുഡും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. പിന്നെ വേറെ ചാനലുകൾ ഉണ്ടായിരുന്ന പോലെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് അതിനകത്തൂടെ. കുറേ പേരൊക്കെ ഉണ്ട് കേട്ടോ. ചില ഒത്തിരി പേര് മറന്നു പോകുന്ന സത്യം. എനിക്ക് മറവിയുടെ അസുഖം ഉണ്ടില്ലേ കണ്ണാ? കണ്ടോ, അവനും പറഞ്ഞു സത്യം, എനിക്ക് ഭയങ്കര മറവിയുടെ അസുഖം, ഭയങ്കര മറവിയാണ് എനിക്ക്. അവന് ടി വി കൊടുക്കാന്ന് പറഞ്ഞാൽ പറ്റിക്കുമെന്ന് മറവിയാണ്. അതെനിക്ക് മറവിയല്ല, നല്ല ഓർമ്മയുണ്ട്. ഞാൻ മനഃപൂർവ്വം പറ്റിക്കുന്ന കേട്ടോ, പറ്റിക്കുന്ന തന്നെയാ, മനഃപൂർവ്വം പറ്റിക്കുന്ന. ഫോണിന് അങ്ങോട്ടൊരു വെട്ടം കിട്ടുന്നില്ലല്ലോ, നല്ല വെട്ടം. അത് ഇവന്റെയൊക്കെ പ്രാക്കാന്നേ എന്റെ വീഡിയോ എല്ലാം ഇതായി പോകുന്നതും. ഇവൻ എന്നോട് പറഞ്ഞു എന്നാന്നറിയാമോ, അവള് പറയുന്നത് അമ്മ എന്നെ സ്നേഹിച്ച് അവനെ തല്ലി വളർത്ത്, അപ്പൊ അമ്മയുടെ ചാനല് നല്ല ഇതാകുന്നു. ഇവൻ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, നീ എന്നോട് പറഞ്ഞിട്ട് അമ്മയുടെ ചാനൽ ഒരു കാലത്ത് നന്നാവുകയാണ്. ഇല്ലേ, പറഞ്ഞിട്ടുണ്ട്. ഞാനിവനൊന്ന് തല്ലുവോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എങ്ങനെ എന്നോട് ഉടനെ പറയുന്ന ഒരു കാലത്ത് നന്നാവുകയല്ല. അപ്പൊ അമ്മ നോക്കിക്കോ എന്ന് പറയും. പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ ഇഷ്ടത്തിന് എന്തിനാ നമ്മളെ ഉണ്ടല്ലോ പ്രായി കൊല്ലുക. എനിക്ക് അതുപോലെ ദേഷ്യം വരുമ്പോഴേ ഇവരെ ഞാൻ തല്ലിയും വഴക്ക് പറയും ചെയ്തിട്ടാ ഞാൻ ഒത്തിരി ക്ഷമിച്ചതിന് ശേഷം തല്ലി കഴിഞ്ഞ് വീഡിയോ എടുക്കും. പിന്നെ തെറ്റ് കണ്ട ശിക്ഷിക്കണ്ടേ, വീഡിയോയിൽ വരണ്ടേ. നിന്നെ ശ്രീദേവി ചേച്ചിയൊക്കെ ചോദിച്ചു, ഗീത ചേച്ചിയുടെ ഫോണൊക്കെ പോയിരിക്കുക, അതുകൊണ്ടാണ് ഇപ്പൊ ഗീത ചേച്ചിയുടെ കമന്റ് ഒന്നും കാണാത്തെ. പിന്നെ ശ്രീദേവി ചേച്ചി ചോദിച്ചു കണ്ണനൊക്കെ എന്നെ എടുക്കുന്നു എന്നൊക്കെ ചോദിച്ചു. നിനക്ക് ശ്രീദേവി ചേച്ചിയുടെ പിണക്കുണ്ടോ എന്ന് ചോദിച്ചു. പിണക്കുണ്ടോടാ, ടി വി ഫോണും ഒക്കെ തരണ്ടെന്ന് പറഞ്ഞത് അത് നീ കണ്ടില്ലായിരുന്നോ? ഞാൻ ന്യൂസ് എടുത്ത് വായിച്ചായിരുന്നില്ല. അപ്പൊ അച്ചു പറഞ്ഞ ചേച്ചി പറഞ്ഞ കറക്റ്റാണ്, ആന്റി പറഞ്ഞ കറക്റ്റാണ്, ഒന്നും കൊടുക്കണ്ട. 10ാം ക്ലാസ്സും +1 +2 ഒന്നും ടി വി ഫോണും ഒന്നും അധികം ഉപയോഗിക്കണ്ട, ആ സമയം പഠിക്കാനുള്ളതാ കേട്ടോ. അപ്പൊ നീ എത്ര +2 +1 +2 അപ്പൊ 16-17 വയസ്സിൽ കെട്ടാനിരിക്കും മോനെ. അതിന്റെ നീ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് ടി വി കാണാൻ സമയം ഉള്ളത്. പിന്നെ നീ വലിയ ആളായില്ലേ, പിന്നെ ഭരിക്കുമല്ലേ ഇവിടെ. പിന്നെ ഭാര്യയുടെ ഇപ്പൊ നീ ആരുടെയും വെള്ളം എടുത്തുകൊണ്ട് തരാൻ പറഞ്ഞ പോയി വേണേ വെള്ളം എടുത്ത് കുടിക്കാൻ പറയും. പിന്നെ ഭാര്യയോട് പറയും ഇച്ചിരി വെള്ളം എടുക്കുന്നപ്പം പുതുമുടിയിലൊക്കെ അവൾ വെള്ളം എടുത്ത് തരും. പിന്നെ അവള് പറയും വേണപ്പം എടുക്കാൻ പറയും. അന്നേരം കണ്ണ് നീ അടുക്കള കയറി സവോളയും പൊളിച്ച് ഉള്ളിയും പൊളിച്ചിരിക്കുന്നതാണ് ഭാര്യയെ സഹായിക്കുന്ന കേട്ടോ. ഇതെല്ലാം ഇട്ടേച്ച് പോകുന്നു. നിനക്ക് ഭാര്യമാരെ പറയുന്നത് ഇപ്പോഴേ ഇഷ്ടപ്പെടുന്നില്ല നീ. അന്നേരം നിന്നെ കെട്ടിക്കാതെ വീട്ടിൽ നിർത്താം. ഇപ്പൊ തന്നെ എനിക്ക് വയ്യാതായി. ഇനി ഇതിനൊക്കെ ആവശ്യമാകുമ്പോഴത്തേക്ക് നിന്റെയൊക്കെ ചോറും കറിയും വെച്ചൊന്ന് തുണിയും കഴുകി എന്നെ കൊണ്ട് സൗകര്യമില്ല. കുഞ്ഞു കണ്ണാടി നിന്നോർമ്മകൾ ആരാരും അറിയാം. എന്റെ അടുക്കള എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പാടും കേൾക്കാൻ സൗകര്യമുള്ളവരിവിടെ നിന്നാ മതി കേട്ടോ. അല്ലാതെ യൂട്യൂബിലുള്ളവർ കാണാൻ അവര് കണ്ടോളൂ. അവര് എന്റെ തെറ്റുകളും കുറ്റങ്ങളും എന്റെ കുറവുകളും എല്ലാം മനസ്സിലാക്കി വന്നിരിക്കുന്നവരാ. ആണോ നിങ്ങളൊക്കെ അതുകൊണ്ടാണോ എന്നെ ഇങ്ങനൊന്നും പറയാത്ത? ഞാൻ പാടുന്നൊക്കെ അത്രയ്ക്ക് ബോറാണോ? അതെ ആണെങ്കിൽ പറയണേ. അക്ഷരത്തെറ്റുകൾ കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പൊളിക്കാൻ പറ്റിയല്ലടാ. മുളക് പൊടി മുളക് പൊടി അപ്പുറത്തുണ്ട്, എനിക്ക് വേഗം എടുത്തുണ്ട്. കണ്ണിലിട്ട് തരാം, അപ്പൊ മുളക് പൊടി എങ്ങനെ ഇരിക്കുന്നെന്ന് മനസ്സിലാവും. പറഞ്ഞു കേട്ടോ, മുളക് പൊടി എങ്ങനെ ഇരിക്കുന്നെന്ന് അവൻ അറിയത്തില്ല. ഇച്ചിരി കണ്ണിലിട്ട് കൊടുക്കുക, അപ്പൊ അവന് മനസ്സിലാവും മുളക് പൊടി എങ്ങനെ ഇരിക്കുന്നെന്ന്. ഏത് നീ മേടിക്കോ കണ്ണോ കുഞ്ഞി കളിക്കല്ലേ. എന്റെ ഈ മുളക് കരിഞ്ഞു പോയി, ഇത് കരിഞ്ഞു പോവും. തേങ്ങ മുളക് പൊടിയുടെ കളർ അറിയത്തില്ല മോനെ. മുളക് പൊടി കാണാം. അടുപ്പിൽ എടുപ്പുണ്ടോ നോക്കി.
ആ മുളക് പൊടിയുടെ കളർ നീത്തില്ലേ മോനെ? ഇല്ലേ, ഒരു പച്ച കളറാ മോനെ മുളക് പൊടിയുടെ. ചെറുക്ക കുഞ്ഞു കളിക്കാറുണ്ടോ? നിനക്ക് മുളക് പൊടി ആണോ ഇല്ലെന്നറിയാം, നീ ഇല്ലേണോന്നറിയാവോ? ടീനെ തുറന്നു വന്നെങ്കിൽ നീ മൂക്ക് ഇതിനകത്തോട് വെച്ചിട്ട് വലിക്കണം, അപ്പൊ നിനക്ക് മനസ്സിലാവും മുളക് പൊടി ഇടാതെ. ഇല്ലെങ്കിൽ നീ ഇത് എത്ര എടുത്തിച്ച് കണ്ണിലിട്ട് നോക്കണം. പറയാ മുഖപ്പൊടി ഇടാ, നിനക്ക് മുഖപ്പൊടി തരാം. അങ്ങനെയാണ് മുളക് പൊടി തിരിച്ചറിയുന്നത്. അയ്യോ എന്റെ ടീനിന്റെ അടപ്പൊക്കെ പൊട്ടി വരും. ഈ പന്നച്ചർക്കനെയൊക്കെ പണ്ട് കുഞ്ഞിനെ പാടി ഉറക്കിയ പാട്ടൊക്കെ കേട്ടോ. ചുമ്മാ നല്ല ഉറങ്ങാതിരുന്നത്. ഇവനെയൊക്കെ ഞാൻ എന്നതാ പറയേണ്ടത്? പൊന്നിട്ട പെട്ടകം പൊട്ടല്ലേ അത് തന്നതെനിക്കെന്റെ മുത്തല്ലേ, കണ്ണീനോ കണ്ണാകുന്നില്ലേ. വേണ്ട കണി കാണാം. അത് ഞാൻ ചെത്തിക്കണം. അങ്ങനെ നമ്മുടെ തേങ്ങ വറുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി അതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഒരുത്തനോട് ഞാൻ മുളക് പൊടി എടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ എടുത്തുകൊണ്ട് തന്നാണ് ജീരകപ്പൊടിയുടെ ടിന്ന്. പിന്നെ സവോള പൊളിച്ച് വെച്ചു. നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞാണ് പിച്ചാത്തി എടുത്ത് ഇതിന്റെ തുമ്പും വാലും മുറിച്ചത്. വേണ്ട എന്റെ ദൈവമേ, ഞാൻ മുറിച്ചോളാം, ഞാൻ ചെത്തിക്കോളാം, നീ ചെത്തണ്ട. നീ ചെത്തുള്ളൂ. വേണ്ട, ഉരുളക്കിഴങ്ങ് പകുതിയോളം ചെത്തി കളയും. അയ്യോ അങ്ങനൊന്നും അല്ല എന്റെ ദൈവമേ. ചെറുക്ക പച്ചക്കറിക്കൊക്കെ നല്ല വിലയാണ്, നീ ഇങ്ങനെയൊക്കെ ചെയ്യാതെ. എനിക്ക് കുഴപ്പമുണ്ട്. എന്നതാ ആപ്പിൾ എത്തുന്നത് ചെത്തിയാൽ മതിയോന്നോ? ഇങ്ങനെ കുഞ്ഞ് ഞാൻ ചെയ്തോളാം, എന്താ സമയമില്ല. എനിക്കിനി ഇത് ചെയ്യാനായിട്ടുള്ളൂ. ഞാൻ കോവയ്ക്ക് എടുക്കുന്നുണ്ട് മെഴുക്കോട്ടി. ഉരുളക്കിഴങ്ങ് കാണുമോ അവസാനം? കാണുമോ? എത്ര ഇതായിട്ട് ചെത്തുന്നതെന്ന് നോക്കി കേട്ടോ. ഇപ്പം പിച്ചാത്തി കൊണ്ട് ചെത്തുന്ന കാണുമ്പോൾ എനിക്ക് പേടിയാ. ഇവന് ഇടത്തേ കൈയാണ് വശവേ. കണ്ണ അയ്യോ വേണ്ട, ഇനി തന്നേര്. എൻ്റെ ഇട അങ്ങനെയല്ല ഉരുളക്കിഴങ്ങ് ചെത്തുന്നത്. എൻ്റെ പൊന്നു കണ്ണ, എനിക്കിത് കണ്ടിട്ട് പേടിയാണ്. കയ്യെ കൊണ്ട് മുറിയാങ്കി ഉണ്ടല്ലോ. ഓഹോ, അത്ര സിമ്പിളാണോ അപ്പം മോന്? മുറിയാങ്കി ചോര വരും. മുറിഞ്ഞു കഴിഞ്ഞേച്ച് ഇവിടെ എങ്ങാനും മൂങ്ങുന്ന അമ്മയല്ല ഞാൻ. അത് തന്നെയാ ഞാനും പറഞ്ഞത്. നീ ഞാനല്ല നീ. ഞാനാണെങ്കിൽ കരയത്തില്ല, ആരും അറിയത്തില്ല. ആരും അറിയത്തില്ല. ആരും എന്റെ കാലുവേനയുടെ കാര്യമാന്നേ പറയുന്നത്. കാലുവേന പിന്നെ എന്നാടാ എനിക്ക് മുറിഞ്ഞ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ പറയാം അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമായി, അമ്മ ഞങ്ങള് മുറിച്ചാന്ന് പറയാം. ഇതുപോലൊരു ചെറുക്കൻ ഇതിനെ പോലൊക്കെ ഒരു വിത്ത് മതി വീട്ടിൽ. ഒരുപാട് എന്നാത്തിനാ. ഓ ഇല്ല, അമ്മയെ കൊണ്ട് പറ്റത്തില്ല മോൻ. അതുകൊണ്ട് കൂടെ എന്നിൻ്റെ അല്ല കാപ്പി ഉണ്ടാക്കുന്നതും ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കുന്നതല്ല അല്ലേ. ഞാൻ പോയി കോവയ്ക്ക എടുത്തുണ്ടോട്ടെ. അതിനൊക്കെ നല്ല പിച്ചാത്തി ഇതുണ്ട്. ഇപ്പൊ പെട്ടെന്ന് 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 അരിയുന്നുണ്ടായിരുന്നെ. നിനക്ക് ഇങ്ങനെ അരിയാൻ ഏതൊക്കെ ആർക്കും പറ്റും? വേണ്ട, തോക്കുന്നൊന്നുമല്ല. ഈ തറയും മൊത്തം ഇടാതെ തീരും. പക്ഷെ അച്ഛൻ സഹായിക്കത്തില്ല, നീ സഹായിക്കത്തില്ല. എടാ, അമ്മമാര് പറഞ്ഞ അവരടുക്കള കിടന്ന് കഷ്ടപ്പെടുന്നത് ആരും കാണുകയില്ല. എന്നിട്ട് പിന്നെ നീ അങ്ങനെ വേണ്ട. ഇപ്പൊ അച്ഛനോ ആണെന്നോ പെണ്ണെന്നോ ഒന്നും ഇല്ല അമ്മമാരെ അടുക്കള സഹായിക്കുന്നതിന്. എത്രയോ വീടുകളുണ്ട് പെൺപിള്ളേരില്ലാത്ത വീടുകളിൽ ആമ്പിള്ളേരെ സഹായിക്കുന്നുണ്ട്. പെൺപിള്ളേരുണ്ടെങ്കിലും ആമ്പിള്ളേരെ സഹായിച്ചാലും കുഴപ്പമൊന്നും ഇല്ല. ഉണ്ടോ? അവരുടെ ജോലിയെടുക്കും നമ്മൾ അതിക്രമിച്ച് കയറരുത്. അതിനവിടെ ജോലിയൊന്നും ആര് പറഞ്ഞത്? ഇതൊക്കെ എന്റെ ജോലിയാ. കുക്കിങ് മൊത്തം എന്റെ. അവള് വീട്ടിലുള്ളതാണ് എന്നും പറഞ്ഞോണ്ട്
എനിക്കിക്ക് ഞാൻ എടുത്തോളാം. കണ്ണ് നീറും, എൻ്റെ കണ്ണ് പെട്ടെന്ന് നീറും. അപ്പോൾ ഇതെല്ലാം പഴുത്ത, എനിക്കിതെല്ലാം കൊണ്ട് ദൂരം കുറച്ച് മതി, അതല്ലേ ഒത്തിരി വേണ്ട. അമ്മ കാല് തന്നെ എടുക്കുന്നത്. എൻ്റെ അടുക്കളയുടെ ഒരു കഴിവ് നോക്കി മുഴുവനും ഇവിടെ മുഴുവൻ കണ്ണു തന്നുണ്ടല്ലേ? പൊക്കോ, ഞാൻ ചെയ്തോളാം. ഒരുത്തൻ എന്നെ സഹായിക്കാൻ വന്നാണ് കേട്ടോ. അടുക്കള മുഴുവനും കുളവാക്കി തന്നേച്ച് പോയി. അപ്പം അവൻ പറയാതിരിക്കും സഹായിച്ച് തന്നതും പോരാ, ഇനി കുറ്റവും കൂടെ കേൾക്കണമെന്ന് ഇല്ലടാ. നീ അത് പറയുമെന്ന് എനിക്കറിയാം. അതിന് മുമ്പേ ഞാനങ്ങ് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. പിന്നെ സവോള, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ തോരൻ വെക്കാനായിട്ടാണ്. ഉള്ളി തീയിൽ വെക്കാനായിട്ട് പൊട്ടിച്ച് തരണോ? അതിന് എണ്ണ ഒഴിച്ചു. ഒരുതിനെ തേങ്ങ പൊട്ടിക്കാൻ ഏൽപ്പിച്ചാണേ. ആ തേങ്ങ പൊട്ടിച്ചിട്ടുണ്ടല്ലോ, അവനത് വായിലോട്ട് അങ്ങനെ പൊട്ടിച്ചെടുക്കാതെ വെച്ച്. എൻ്റെ പൊന്നിയാണോ കൈ കണ്ടോ? സമാധാനമായി. കഴിയെടുക്കടാ. അത് റാണി ഇവിടെ നിന്ന് ആജ്ഞാപിച്ചു, കഴുകട വൃത്തിയില്ലാത്തവനെന്ന്. അത് മൊത്തം തേങ്ങകളല്ലാണ് ബെനീനേല്. നിനക്കൊരു പാത്രം എടുത്ത് അതിനകത്ത് ഒഴിച്ച് കുടിക്കത്തില്ലായിരുന്നാണ്? ഉള്ളി തീയിൽ വെക്കാനായിട്ട് ഉണക്കമുളക് ഇട്ടു. പിന്നെ ഉള്ളി, പച്ചമുളക്, ചെറുപയറും പൊട്ട്, അച്ചിങ്ങപ്പയറിൻ്റെ പൊട്ടുപയറില്ല, അതും കൂടെ ഞാൻ ചിലപ്പോൾ ഉള്ള സമയത്ത് ഇതിൻ്റെ കൂടെ ഇട്ട് തീയിൽ വെക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് അത്. വീഡിയോ കാണുമ്പോഴത്തേക്ക് ചില വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റിയും ചില വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവും കാണും കേട്ടോ. ഒന്നും കരുതരുത്. ആ ക്ലാരിറ്റി കുറഞ്ഞ സംഭവം നമ്മൻ്റെ ഫോണാണ്. ക്ലാരിറ്റി കൂടിയ ഫോണ് എൻ്റെ കെട്ടിയോൻ്റെ. ചേട്ടന് ഇന്നൊന്ന് ഞാൻ വീഡിയോ എടുത്ത് നോക്കിയതാണ്. അതിനകത്ത് അങ്ങനെ കണ്ണം കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ട് അത് നല്ല ക്ലാരിറ്റിയുള്ള ഫോണാമേ, അതൊന്നിലൊന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നന്ന് അതിലൊന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ച്. സൗണ്ടും ഒക്കെ നല്ല ഇതായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ക്ലിയർ സൗണ്ട്. നമ്മൾ ചെറുക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, നല്ല ഉറക്കെയാണ് അതിനകത്ത് കേൾക്കുന്നത്. ഇപ്പം നമ്മുടെ വെളിയിൽ കൂടെ കാക്ക കരയുന്ന സൗണ്ട് വരെ അതിനകത്ത് കേൾക്കുന്നുണ്ട് കേട്ടോ. മറ്റേ ഫോണിനകത്ത് ഞാൻ കീഴെ നിന്ന് പറഞ്ഞാൽ പോലും അതിനകത്തോടെ ഒന്നും കേൾക്കത്തില്ല എൻ്റെ ഫോണിൽ. പിന്നെ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്ന പോലെ നമുക്കത് പൊൻകുഞ്ഞ്. ഇപ്പം നമ്മുടെ ഉള്ളി നല്ലപോലെ മൂത്തതിനകത്തോട്ട് വറുത്തരച്ച് തേങ്ങായി അല്ലയുടെ പുളി ചേർത്താണ് ഞാൻ അരച്ചത്, വാളംപുളി. ഇവിടെ തീയലെന്ന് പറഞ്ഞാൽ തൊട്ടുകൂട്ടുമല്ല കേട്ടോ, ഇച്ചിരി ഒരു ഒഴിച്ചു കറിയായിട്ടാണ് വെക്കുന്നത്. ഇതിനാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ തിളപ്പിക്കും. മീൻ വറുത്തതും തീയൽ, കോവയ്ക്ക മെഴുക്ക് വരട്ടിയും. ഞാൻ ഈ കിഴങ്ങും ഇതെല്ലാം കൂടെ വേവിച്ചെടുത്തേ. എല്ലാം വെച്ച് എല്ലാം ചേർക്കാറായപ്പോഴത്തേക്കുണ്ടല്ലോ ചേട്ടൻ ഓട്ടം വന്നു. അപ്പോൾ ചേട്ടൻ അങ്ങ് പോയി. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇന്നത്തേക്ക് എടുക്കുന്നില്ല കേട്ടോ. ഇന്നത്തേക്ക് എടുക്കുക വെച്ചാൽ വൈകിട്ടത്തേക്ക് ഇവിടെ ചോറുണിച്ച് കണക്കാം. അതിനുള്ള തേങ്ങയും ഒക്കെ ചേർണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇനി നാളെ നമുക്ക് വെക്കുന്ന വീഡിയോയിലൂടെ കാണാവേ. ചെടിക്കും എല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.